Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഒക്ടൽ നമ്പറിനെ ഹെക്സാഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒക്ടൽ നമ്പറിനെ നമുക്ക് ഡയറക്റ്റ് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ആദ്യം നമുക്ക് ഒക്ടൽ നമ്പർ കിട്ടി കഴിഞ്ഞാൽ ഒക്ടൽ നമ്പറിനെ നമ്മൾ അതിന്റെ ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ആ ബൈനറി നമ്പറിൽ നിന്ന് നമ്മൾ അതിന്റെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യും. അതാണ് ഇതിന്റെ സ്റ്റെപ്പ്. ആദ്യം നമുക്ക് ഒരു ഒക്ടൽ നമ്പർ കിട്ടി കഴിഞ്ഞാൽ അതിനെ ബൈനറിക്ക് കൺവേർട്ട് ചെയ്യും. പിന്നെ ബൈനറി നിന്ന് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡാണ് 4 ബിറ്റ് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള മുന്നേ പറഞ്ഞിട്ടുള്ള മെത്തേഡ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ എടുത്ത് ഞാനൊരു 324 ഇതൊരു ഒക്ടൽ വാല്യൂ ആണ്. ഒക്ടൽ വാല്യൂ ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ബേസ് 8 കാണിച്ചു. ബേസ് 8 ആണ് ഒക്ടൽ നമ്പറിന്റെ. അപ്പൊ 324 നമുക്ക് ആദ്യം ബൈനറിക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇതിന്റെ ഓരോ സെപ്പറേറ്റ് ഡിജിറ്റ് 3 2 4 ഇതിന്റെ ഓരോ ഡിജിറ്റ് നമ്മൾ 3 ബിറ്റ് വരുന്ന തരത്തിൽ റെപ്രസെന്റ് ചെയ്യണം. കാരണം ഒക്ടൽ വാല്യൂവിന്റെ ഏറ്റവും വലിയ വാല്യൂ പറഞ്ഞ 7 റെപ്രസെന്റ് ചെയ്യാൻ 3 ബിറ്റ് വേണം. അതുകൊണ്ടാണ് നമ്മൾ 3 ബിറ്റ് എടുത്തിട്ടുള്ള മെത്തേഡ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 4നെ 3 ബിറ്റിൽ നമ്മൾ പറഞ്ഞ 4ന്റെ ബൈനറി വാല്യൂ ഇങ്ങനെയാണ് വരിക 100. 2ന്റെ വാല്യൂ 010. 3യുടെ വാല്യൂ എങ്ങനെ വരിക? 3യുടെ വാല്യൂ 011 ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇത് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് എഴുതുക 011 010 100. ഇനി ഇതിനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 4ന്റെ പേരാക്കുക. അതാണ് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. അതായത് ഒരു ബൈനറി നമ്പർ കിട്ടി അതിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 4ന്റെ പേരാക്കണം. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹെക്സാഡെസിമലിലെ ഏറ്റവും വലിയ വാല്യൂ പറഞ്ഞാൽ 15 ആണ്, 15. അതിനെ നമ്മൾ ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യാൻ 4 ബിറ്റ് വേണം. അതുകൊണ്ടാണ് നമ്മൾ 4 പേരാക്കുന്നത്. അപ്പൊ 4 പേരാക്കിയ ഇവിടെ ഒരു പേര്, ഇവിടെ ഒരു പേര്, ഇവിടെ പേരാക്കാനില്ല. അപ്പൊ നമ്മൾ 3 0 എക്സ്ട്രാ ലെഫ്റ്റ് സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ? അപ്പൊ ഇങ്ങനെ ഒരു പെയർ. അപ്പൊ ഈ പെയറിന്റെ കറക്റ്റ് ഹെക്സാഡെസിമൽ വാല്യൂ നമ്മൾ നോക്കി നോക്കുക. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്താ? 0100. ഇതിന്റെ വാല്യൂ പറഞ്ഞാൽ 4 ആണ്. 0100 പറഞ്ഞാൽ 4 ആണ്. അടുത്ത വാല്യൂ എന്തുട്ടാ? 1101 1101 പറഞ്ഞാൽ എത്രയാണ്? 110 പറഞ്ഞാൽ അതിന്റെ വാല്യൂ പറഞ്ഞാൽ 13 ആണ്. 13ന്റെ ഹെക്സാഡെസിമൽ വാല്യൂ പറഞ്ഞാൽ D ആണ്. അപ്പൊ D. അപ്പൊ 3248 ഈ ഒക്ടൽ വാല്യൂവിന്റെ കറക്റ്റ് ഹെക്സാഡെസിമൽ വാല്യൂ പറഞ്ഞാൽ D416. അല്ലെങ്കിൽ നമുക്ക് 0xD4 എന്ന് എഴുതാൻ പറ്റും. ഹെക്സാഡെസിമലിന്റെ പ്രിഫിക്സ് പറഞ്ഞാൽ 0x ആണ്. ഹെക്സാഡെസിമലിന്റെ ബേസ് വാല്യൂ 16. അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റും, ഇങ്ങനെ എഴുതാൻ പറ്റും. 324 ഒക്ടൽ വാല്യൂവിനെ നമ്മൾ കൺവേർട്ട് ചെയ്താൽ ഇങ്ങനെയാണ് കിട്ടുക. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ആ എക്സാമ്പിളിനായിട്ട് ഞാൻ എടുക്കുന്ന വാല്യൂ 713. അതാണ് ഒക്ടൽ വാല്യൂ. 713നെ ഒക്ടൽ വാല്യൂനെ നമുക്ക് ആദ്യം ബൈനറിക്ക് കൺവേർട്ട് ചെയ്യണം. ഇതിൽ ഓരോ ഡിജിറ്റ് പറഞ്ഞാൽ 713. 3ന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 3 ബിറ്റിന്റെ റെപ്രസെന്റേഷനിൽ 011. 1ന്റെ ബൈനറി വാല്യൂ 001. 7ന്റെ ബൈനറി വാല്യൂ 11. ഇനി നമ്മളിനെ എല്ലാം ഒരുമിച്ച് എഴുതുക 111 001 ഈ 4ന്റെ പേരാക്കുക. അതാണ് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡ്. 4ന്റെ പേര് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ആക്കേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആക്കിയിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കാനില്ല. അപ്പൊ ഒരു 3 0 ഇട്ട് കൊടുക്കുക. 1 2 3. അപ്പൊ 3 0 ഇട്ട് കൊടുത്താൽ ഇവിടെയും പെയറായി. ഈ പെയറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഇതിന്റെ വാല്യൂ എത്രയാണ്? ഈ ബൈനറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ ഇത് 1 ആണ്. ഇത് 1100. 1100 പറഞ്ഞാൽ 1 2 4 8 8 4 കൂടി കൂട്ടി കഴിഞ്ഞാൽ 12 പറഞ്ഞാൽ 10 പറഞ്ഞാൽ A, 11 പറഞ്ഞാൽ B, 12 പറഞ്ഞാൽ C. അപ്പൊ ഇത് C ആണ്. ഇനി 1011 പറഞ്ഞാൽ എത്ര വരിക? 1011 1 2 4 8 8ഉം 2ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ 10, 10ഉം 1ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ 11, 11 പറഞ്ഞാൽ B ആണ്. അപ്പൊ 1CB ആണ് അതിന്റെ ആൻസർ. അപ്പൊ 7138 ഒക്ടൽ വാല്യൂവിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ വാല്യൂ പറഞ്ഞാൽ 1CB16 or 0x1CB. ഇങ്ങനെയാണ് അതിന്റെ ആൻസർ വരിക. ഇനി ലാസ്റ്റ് എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കി നോക്കാം. അപ്പൊ അതിനെടുക്കുന്ന വാല്യൂ പറഞ്ഞാൽ 213. ഇതാണ് നമ്മുടെ ഒക്ടൽ വാല്യൂ. ഒക്ടൽ വാല്യൂവിനെ നമ്മൾ ആദ്യം ബൈനറിക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഓരോ ഡിജിറ്റും 3 ബിറ്റ് വരുന്ന തരത്തിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുക. 3ന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 011. 1ന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 001. 2ന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 010. എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് എഴുതുക 010 001 011. ഇതിന് 4ന്റെ പേരാക്കുക 1 2. ഇനി പേരാക്കുമ്പോൾ ഇവിടേക്ക്
ഒരു 0 മാത്രമല്ലോ. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് 3 0 ഇട്ട് കൊടുത്താലും വ്യത്യാസമില്ല, ഈ ഒരു സംഖ്യ 0 ആയിട്ടാണ് പോവുക. അപ്പൊ നമുക്ക് ഇനിയുള്ള ഈ രണ്ട് പെയറിന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ നോക്കി നോക്കുക. 1 0 0 0 ഇത് പറഞ്ഞാൽ 8 ആണ്. അടുത്ത വാല്യൂ 1 0 1 1 1 0 1 1 പറഞ്ഞാൽ 1 2 4 8 4ന്റെ അവിടെ 0 ആണ്. 4ന്റെ 8ഉം 2ഉം കൂടി ആഡ് ചെയ്താൽ 10 10ഉം 1ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 11 10 പറഞ്ഞാൽ എ ആണ്, 11 പറഞ്ഞാൽ ബി ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ പറഞ്ഞാൽ ഇത് ബി ആണ് വരിക. അപ്പോൾ 2 1 3 8 ഒക്ടലിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ വാല്യൂ പറഞ്ഞാൽ 8B16 ഓർ 0x8B, ഇതാണ് അതിന്റെ ആൻസർ വരിക.